അടിപ്പിണറിൻ്റെ സൗഖ്യത്തിൻ്റെ സമയമാണിത്. ദൈവികമായ കൃപ നമ്മളിലെ ഓളം വെട്ടുന്ന സമയമാണിത്. കർത്താവ് ഒരു മനുഷ്യനെ പോലും കണ്ണീരോടെ വരും കൈയോടെ പറഞ്ഞു വിടത്തില്ല. അവർ കണ്ണുനീരോടെയാണ് വരണത്. ഞാനവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞേക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം ഇപ്പോൾ നിന്നെ ആശ്വസിപ്പിക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കട്ടെ. സൗഖ്യം വരണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. കൈകൾ കൂപ്പിക്കൊണ്ട് കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ വിവാഹം ഒത്തുവരാത്ത മക്കള്. കൈകൾ കുപ്പി കണ്ണുകൾ തുറന്ന് കർത്താവിനെ നോക്കിക്കൊണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ വിവാഹം ഒത്തുവരാത്ത മക്കൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, പരസ്പരം വിഘടിച്ച് വഴക്കിട്ട് അകന്നുപോയി കോടതി കേസാകാൻ പോകുന്ന ദമ്പതികൾ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവർ, വീട് സ്ഥലവുമില്ലാത്തവര്, മക്കൾ വിദേശങ്ങളിൽ പഠിക്കാൻ പോയിട്ട് അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റാതെ നിൽക്കുന്നവർ, അവർക്ക് ജോലി കിട്ടാത്തവർ, PR കിട്ടാത്തവർ, അവർക്ക് വാടകയ്ക്ക് വീട് പോലും കിട്ടാതെ അലയുകയും ഇപ്പോഴും ഇവിടുന്ന് പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നവർ, നാട്ടിൽ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വളരെ സാമ്പത്തികമായ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവർ, സ്ഥലം വിൽക്കാനുള്ളവർ, വിൽക്കാൻ പറ്റാത്തവർ, രക്ഷപ്പെടാനോ വീട് സ്ഥലവും പോലും ഇല്ലാത്തവർ, എല്ലാം കൊണ്ടും തകർന്ന് തരിപ്പണമായി ഞെരിഞ്ഞമരുന്നവർ, മാതാവേ, അമ്മ മാതാവേ, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഉടമ്പടി നൽകിയ അമ്മ, പരിശുദ്ധ അമ്മ, ദേവമാതാവേ, ഈശോയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എന്തെല്ലാം വിധത്തിൽ ആരെല്ലാം ഏതെല്ലാം വേദന അനുഭവിക്കുന്നു, സഹായിക്കാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത അവസ്ഥകൾ ദൈവത്തിന്റെ കരുണ, അമ്മയുടെ പ്രത്യേക കാരുണ്യമാധ്യത്തോടെ യേശു നാമത്തിൽ നിന്റെ വിടുതൽ പ്രാപിക്കുകയും സൗഖ്യപ്പെടുകയും ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. എല്ലാവരും ശ്രദ്ധിക്കുന്ന കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളം ദൈവത്തിന്റെ ശക്തി തെറ്റായ പ്രണയബന്ധങ്ങളെല്ലാം എല്ലാം അകപ്പെട്ടിരിക്കുന്നവരെ കർത്താവിന്റെ കാരുണ്യത്തിൽ, രാജ്യം വിട്ടു പോയിട്ടുള്ളവരെ, ജയിലിൽ കിടക്കുന്നവരെ, അപ്പനെ അമ്മനെ വിളിക്കാത്തവര്, ഫോൺ പോലും എടുക്കാത്തവര്, അപ്പനമ്മയെ തിരക്കാത്തവര്, ഇങ്ങനെയുള്ള എല്ലാവിധ വൈകൃതങ്ങളിൽ പെട്ടിരിക്കുന്ന ആൾക്കാരെ എല്ലാം യേശുവിന്റെ നാമത്തിൽ വിടുതൽ ലഭിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമനാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമനാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമനാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ നേരത്തെ കണ്ട സിൽവിയയുടെ സാക്ഷ്യം പോലെ തന്നെ വേറൊരു സാക്ഷ്യമാണ്. അത് ഇതേ നേച്ചറിലുള്ള സാക്ഷ്യം. ആ സാക്ഷ്യം എന്ന് പറയുന്നത് ഡയാനയുടെ സാക്ഷ്യമാണ്. ഡയാന അലക്സ്, ഇവരും ദമ്പതികളാണ്. നിങ്ങൾ സാക്ഷ്യം പറയുമ്പോഴേ എല്ലാവരും തന്നെ ദൈവസ്നേഹമുള്ളവരെല്ലാവരും തന്നെ ഭർത്താവും ഭാര്യയും, ചിലപ്പോൾ ഭർത്താവ് വെറുതെ നിൽക്കുകയുള്ളൂ, പക്ഷേ അയാളെ കയറും, കുഞ്ഞുങ്ങളെയുമായിട്ട് കയറും. എന്താണ്? അവർക്കറിയാം ദൈവത്തെ സഭയിൽ മഹത്വപ്പെടുത്തുകയാണെന്നറിയാം. അവരെന്ത് സന്തോഷത്തോടെയാണ് അതൊക്കെ ചെയ്യണത്. ചില ആൾക്കാർ പന്നിയെ കപ്പലിൽ കയറുന്ന പോലെ നിങ്ങൾ വാ മനുഷ്യ എന്ന് പറഞ്ഞാൽ ഭർത്താവ് വരത്തില്ല. പന്നിയെ കപ്പലിൽ കയറുന്ന പോലെ അതായത് നമ്മൾ അങ്ങോട്ട് തള്ളിയാലേ ഇങ്ങോട്ട് വരത്തുള്ളൂ. അപ്പം അങ്ങനെ വരത്തില്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് ഓരോ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷൻ എന്ന് പറയും. ചിലർക്കൊക്കെ ഭയങ്കര ദൈവസ്നേഹമാണ്. അവർക്ക് അറിയാം അവരെന്താ, അവർ ദൈവത്തിനെക്കുറിച്ച് ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രുചി അങ്ങനെ നിൽക്കും. ദൈവം എന്ന് വെച്ചാൽ അത്രയ്ക്ക് സൂപ്പറാണ്. നമ്മളിപ്പോൾ കുരിശ് മരണം, പീഡാനുഭവം എന്നൊക്കെ പറഞ്ഞ് കുരിശിൻ്റെ വഴിയും നടത്തി, ഈ ഒരു ജന്മം മുഴുവൻ കുരിശിൻ്റെ വഴി നടത്തിയാലും ഈ കുരിശ് എടുക്കാനുണ്ടായ സമയത്ത് ഈശോയ്ക്കുണ്ടായിരുന്ന നമ്മോടുള്ള സ്നേഹമില്ലേ, അത് ഒരു 5 മിനിറ്റ് പോലും അനുഭവിക്കാതെ എത്ര ജന്മങ്ങളാണെന്ന പാഴ് ജന്മങ്ങളായി പോണത്. ഇത് ഭയങ്കര ദൈവം വല്ലാത്ത ഒരു പ്രണയത്തിലാണ് ഈ സംഭവം മുഴുവൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് സാങ്കേതികമായിട്ട് ചെയ്ത കാര്യമല്ല. ഇത് സാങ്കേതികമായിട്ട് ചെയ്യണമെങ്കിൽ ഇതെടുക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ അറിവ് അനുഗ്രഹത്തോടു കൂടി നിൻ്റെ പാപം ക്ഷമിച്ചിരിക്കണമെന്ന് മാത്രം ഒരു വാക്ക് പറഞ്ഞാൽ മതി. അത് പറയാതെ പാപത്തിന് പരിഹാരം എന്ന് പറയുന്നത് നീതിയുള്ള ദൈവത്തിൻ്റെ ബോധങ്ങളിലുള്ളതാണെങ്കിൽ അതിന് സെൽഫായിട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ട് പരിഹാരം ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ ഒരു പ്രകർഷമാണ്. ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കി തരാനാണെന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, നീ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന്റെ സഹനങ്ങളിലെ സ്നേഹധാരകളെ മനസ്സിലാക്കുവാൻ, നിന്നെ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന. ഹല്ലേലൂയ നന്ദി പറയുന്നു.
ചെയ്യാൻ തുല്യം ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ തുല്യം ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ ജീവനേ സുന്ദരനേ ജീവനെ സ്വന്തമേ ജീവനേ സുന്ദരനേ ജീവനെ സ്വന്തമേ ജീവനേ ആരാധന ഹല്ലേലൂയ ദൈവസ്നേഹത്തോടെ ആലംബനത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആലംബനത്തോടെ ഈശോ ക്രൂശിക്കപ്പെട്ടവനെ കർത്താവേ രാവിലെ മുറിവേറ്റവനെ കർത്താവേ മുൾക്കിരീടം ചൂടിയവനെ ഈശോ നിന്റെ തിരുമുൻപാർന്ന വലതുകരം ആണിപ്പടതാർന്ന അത്ഭുതകരം അങ്ങനെ മക്കളിലേക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ പുരുഷന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാരകരോഗങ്ങള് തീരാവ്യക്തികള് ജീവിതദുരിതങ്ങള് യേശുനാമത്തിലെ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി തിരുവിടാൽ മുറിവേറ്റവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ബലവാനേ നീ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നീ, ദൈവമേ നീ, ദൈവമേ നീ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, വിശുദ്ധമായ രക്തം അങ്ങനെ മക്കളിലേക്ക് തളിക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തം അങ്ങനെ മക്കളിലേക്ക് തളിക്കണമേ. മാരകരോഗങ്ങള്, ശീലവേദികള്, ദുരിതങ്ങള്, തടസ്സങ്ങള്, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്ന് മോചിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം നിന്റെ സർവ്വ പാപങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് മോചിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ, നിന്റെ ഓരോ മുറിവിനെ ശ്രദ്ധിക്കുന്നു. നിനക്ക് നന്ദി പറയുന്നു. ശത്രുക്കൾ ഉഴുതത് എന്റെ മുതുകിലാകുന്നു. കർത്താവേ, നിന്റെ മുതുകിലെ ചോരപ്പാടുകളെ കുമ്പിട്ടാരാധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ശത്രുക്കൾ ഉഴുതത് എന്റെ മുതുകിലാകുന്നു. ഈശോ, 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 ശത്രുക്കൾ ഉഴുതത് എന്റെ മുതുകിലാണ്. കർത്താവേ, നിന്റെ മുതുകിലെ പാടുകളെ, ഉഴവ് ചാലുകളെ, കർത്താവേ, നിന്റെ മുതുകിലെ പാടുകളെ, ഉഴവ് ചാലുകളെ, ചോരച്ചാലുകളെ കുമ്പിട്ടാരാധിക്കുന്ന, സ്വസ്ത്രം ചെയ്യുന്ന, കുമ്പിട്ടാരാധിക്കുന്ന, സ്വസ്ത്രം ചെയ്യുന്ന. സർവേയറുടെ പേര് ചോദിച്ചപ്പോൾ ഡാനിയൽ ജോസഫ് എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായത്. കാര്യം ജോസഫ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അത് മാതാവിൻ്റെ ആൾ തന്നെയാണ് നിതു, നീ ധൈര്യമായിട്ട് എക്സാം എഴുതിക്കോളൂ, ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. അവനും അവൻ്റെ കൂടെയുള്ളവരൊക്കെ ജയിച്ചു. ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ എക്സാം കഴിഞ്ഞു. ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, പത്രങ്ങൾ എല്ലാ മാസവും ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി പ്രാർത്ഥനയോടുകൂടി തന്നെ എല്ലാവർക്കും കൊടുക്കും. ഞാൻ ഗവൺമെൻറ് ആസ്പത്രിയിൽ ആദ്യത്തെ മാസത്തെ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഗവൺമെൻറ് ആസ്പത്രിയിൽ ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരു 20 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി 12 മണിക്ക് മുമ്പ് ഞാൻ അവിടെ എത്തിക്കും. പിന്നെ സാധിക്കുന്ന കാരുണ്യ പ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പാലിയേറ്റീവ് കെയർ, 1-2 പാലിയേറ്റീവ് കെയർ ഉണ്ട്. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ നിതുവിനെ സംബന്ധിച്ച്
എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മാക്സിമം എന്ത് പറഞ്ഞാലും ഒരെതിരും പറയാണ്ട് എനിക്ക് ചെയ്തു തരും. ഇവിടുത്തെ കാര്യമായാലും വരുന്നത് കാര്യമായാലും എന്ത് കാര്യമായാലും ചെയ്തു തരുന്നൊരു മോനാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി പറയുന്നു. അമ്മയുടെ പ്രതീക്ഷികന്റെ സാക്ഷിയെ എന്നെ ഇവിടെ നിർത്താൻ സഹായിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ബെറ്റ്സി, ഇത് എൻ്റെ അമ്മ ബീന. ഞങ്ങൾ വരുന്നത് മുളന്തുരുത്തിൽ നിന്നാണ്. ഞങ്ങൾ ഓർത്തഡോക്സ് വിശ്വാസികളാണ്. ഞാൻ ന്യൂസിലൻഡിലേക്ക് പോകാനായിട്ട്, ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് പോകുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ന്യൂസിലൻഡിലേക്ക് പോകാനായിട്ട് പ്രോസസ്സ് ചെയ്തു തുടങ്ങി. ഞാൻ പ്രോസസ്സ് ചെയ്തിട്ട് എൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. എഡ്യൂക്കേഷൻ്റെ പേപ്പർ എന്ത് ചെയ്താൽ അപ്ഡേഷൻ ആവുന്നില്ല. ഒരുപാട് ദിവസങ്ങൾ വെയിറ്റ് ചെയ്തു. ഏജൻസീനെ വിളിച്ചു. അവർ പറയുന്നു ഇപ്പം ശരിയാവും, ഇപ്പം ശരിയാവും. എന്ത് ചെയ്താൽ ശരിയാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവിടെ കിട്ടിയിട്ടില്ല, ഇങ്ങനെ ഒരു പേപ്പറേ കിട്ടിയിട്ടില്ല. പിന്നെയും ഞാൻ കോളേജിൽ നിന്ന് എല്ലാം ഒന്നോടെ അയക്കേണ്ട വന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇതെന്തായാലും ഞാൻ ഇനി അയച്ചു കഴിഞ്ഞാൽ എനിക്കത് കിട്ടില്ല, അവിടെ എത്തില്ല എന്നുള്ളത് എനിക്ക് വളരെ ഉറപ്പുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി കൃപാസനത്തിൽ പോയിട്ട് ഞങ്ങൾക്ക് പേപ്പർ തരുന്നത്. അപ്പം അതുവരെ ഞാൻ ആ പേപ്പർ തുറന്നു നോക്കിയിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി തന്നു. അപ്പം എല്ലാം ചിരിച്ച് ആ ചേച്ചിയോട് പറഞ്ഞാൽ ശരി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതുവരെ തുറന്നു നോക്കിക്കൊണ്ടുണ്ടായില്ല. അപ്പം എന്ത് ഇത് നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, അമ്മേനോട് പറഞ്ഞു, അമ്മയെ നമുക്കങ്ങ് പോയാലോ, ഒന്ന് കൃപാസനം വരെ ഒന്ന് ജസ്റ്റ് പോയിട്ട് വരാം, നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു. അപ്പം തലേ ദിവസം തന്നെ പോരുന്നതിന് മുമ്പ് ഭയങ്കര തടസ്സങ്ങളായിരുന്നു. അന്ന് ഇരുമ്പിൻ്റെ തോട്ടി എൻ്റെ കാല് വീണു, ചതഞ്ഞ് കാല്, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം ഉടമ്പടി എടുക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് വന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ഇതിലാണ് വന്നത്. അപ്പോൾ ഇവിടെ ക്യൂയിൽ നിന്നപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, അമ്മയ്ക്ക് ഇത്രയും വയസ്സായില്ലേ, അപ്പം അമ്മേനെയും കൊണ്ട് എടുപ്പിക്കേണ്ട, മോൾ എടുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് ശരി ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ മോളിൽ ക്ലാസ്സിൽ പോയിരുന്ന എല്ലാ കാര്യങ്ങളും കേട്ടു, എല്ലാം എഴുതി വെച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഉടമ്പടി. അപ്പോൾ എന്തായാലും എനിക്ക് ഈ പ്രോസസ്സ് ചെയ്തില്ലെങ്കിൽ വേറൊരു വഴിയില്ല, എൻ്റെ പ്രൊഫഷന് വേണ്ടി ഞാൻ ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല എന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞു ഞാനിത് എന്തായാലും ഉറപ്പായിട്ടും കൃത്യമായി ചെയ്യാൻ തീരുമാനിച്ചു. ഇത് ചെയ്യാൻ തുടങ്ങി. ഞാൻ 16-ാം തീയതിയാണ് ഇവിടെ വന്ന്, ജൂൺ 16, 2023 ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഞാൻ ഉടമ്പടി തുടങ്ങിയില്ല. ഞങ്ങൾക്ക് തൊട്ടടുത്ത പള്ളിയിൽ കുർബാനയൊന്നും ഇല്ലായിരുന്നു ഇട ദിവസങ്ങളിൽ. അപ്പം ഞങ്ങൾ മുളന്തുരുത്തിയിൽ വേണമായിരുന്നു പള്ളിയിൽ പോകാൻ. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. തുടങ്ങിക്കഴിഞ്ഞ് 4 ദിവസം ഇതുവരെ അവിടെ എത്താത്ത എഡ്യൂക്കേഷൻ്റെ പേപ്പർ 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവിടെ എത്തി എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. അതുപോലെ തന്നെ പിന്നെ പ്രോസസ്സുകളൊക്കെ അവർ പറയുന്ന ആ കറക്റ്റ് സമയത്ത് തന്നെ എല്ലാം നടക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തടസ്സം വന്നത് ഓഫർ ലെറ്റർ വന്നപ്പോഴാണ്. ഓഫർ ലെറ്റർ വന്നപ്പോൾ തടസ്സം വന്നത് എനിക്ക് എന്ത് ചെയ്താൽ ഓഫർ ലെറ്റർ കിട്ടണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് ഓഫർ ലെറ്ററിൻ്റെ ഇത് ഭയങ്കര തടസ്സം, എന്ത് ചെയ്താലും പിന്നെ തടസ്സം വരുന്നത്. ഓഫർ ലെറ്റർ കിട്ടില്ല ഏജൻസി എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ എടുക്കുന്നില്ല, അപ്പോൾ ഓഫർ ലെറ്റർ ഒന്നും കിട്ടാൻ ചാൻസ് കുറവാണ്. ഇങ്ങനെ എപ്പോഴും നെഗറ്റീവായിട്ടാണ് ഏജൻസിയിൽ നിന്നൊരു മറുപടി വരുന്നത്. അപ്പം ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ടു കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഓഫർ ലെറ്റർ കിട്ടി. ഓഫർ ലെറ്റർ അത് ഞാൻ പ്രതീക്ഷിക്കാതിരുന്ന ഒരു സമയത്താണ് കിട്ടിയത്. എനിക്ക് തന്നെ വിശ്വാസമായില്ല, എനിക്കാണോ ഓഫർ ലെറ്റർ കിട്ടിയെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ OET സ്കോറ് എക്സ്പയറായി. എല്ലാവർക്കും അറിയാവുന്നതാണ് OET സ്കോർ എക്സ്പയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ആദ്യം തന്നെ എഴുതി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് എനിക്ക് ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ ഫുൾ B സ്കോർ കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് എക്സ്പയറും കൂടി ആയിക്കഴിഞ്ഞ് പിന്നെ പ്രോസസ്സിൻ്റെ ഒരു ഡിലേയും കൂടി വരുമല്ലോ.
അപ്പോൾ എനിക്ക് പിന്നെയും ഭയങ്കര സങ്കടമായി. പിന്നെ എന്നാലും ഞാൻ തീരുമാനിച്ചു, ഞാനിപ്പോൾ ഉടമ്പടിയിലല്ലേ, ഇപ്പം എന്തിനാ പേടിക്കണേ, ഒന്നോടെ എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഞാൻ ഇനി എഴുതി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ മാതാവിൻ്റെ ഇതിൽ തന്നെ കിട്ടി എന്ന് എനിക്കൊരു ഉറപ്പ് വേണമല്ലോ. ഇപ്പം ഞാൻ എല്ലാവരും എഴുതും, അപ്പോൾ എല്ലാവർക്കും കിട്ടും. അപ്പം ഞാൻ മാതാവിൻ്റെ ഇതിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത് OIT എന്നുള്ളൊരു വിശ്വാസം വേണം. അപ്പം എന്നെ എന്തെങ്കിലും ഒരു അടയാളങ്ങൾ കാണിക്കണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ലിസണിങ് ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെ വന്നു. ഇന്ന ഉത്തരം ABCD അങ്ങനെ ഓരോ ഉത്തരങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൂടെ വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഉത്തരം തന്നെ എഴുതാം. ഇപ്പോൾ സ്കോർ കിട്ടിയില്ലെങ്കിലും സാരമില്ല, നമുക്ക് അവിടേക്ക് പോകുമ്പോൾ ക്ലബിങ് ചെയ്യാമല്ലോ, കിട്ടിയില്ലെങ്കിലും സാരമില്ല, അതെന്നെ അങ്ങ് എഴുതാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ലിസണിങ് ഞാൻ കേട്ടോണ്ടിരുന്നപ്പോൾ എനിക്കൊന്നും കേൾക്കണ്ടായിരുന്നില്ല. അപ്പോൾ തലേ ദിവസം കേട്ട ആ ഒരു ഇതിൽ വെച്ചാണ് ഞാൻ OITയുടെ എല്ലാ ഓപ്ഷൻസും മാർക്ക് ചെയ്തത്. അതുപോലെ തന്നെ റീഡിങ്ങിൻ്റെ ആയാലും എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര എളുപ്പമാണ് റീഡിങ് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര പാടായിരുന്നു. അതുപോലെ തന്നെ